ജയരാജ്, രമേശ്, ഈ 2010 എന്ന കാലഘട്ടമൊക്കെ ഈ പ്രോഗ്രാംസിൻ്റെ ഒരു സുവർണ കാലമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുവർണ വർഷം എന്ന് വേണ്ടി പറയാം. 2010 തുടക്കത്തിലെ ചേട്ടൻ്റെ കൂടെ അമേരിക്കയിൽ പോയി. 16 സ്റ്റേജ്. അതിനുശേഷം ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഒരു 2 ദിവസം കഴിയുമ്പോൾ ചേട്ടൻ വിളിച്ചു പറഞ്ഞു ഒരു 3 ഷോ നമുക്ക് ഓസ്ട്രേലിയയിലുണ്ട്. നേരെ ഓസ്ട്രേലിയയിൽ പോയി 3 ഷോ കഴിഞ്ഞ് വന്ന് ഒരു 3-ാം ദിവസം ചേട്ടൻ പിന്നെയും വിളിച്ചു, നമുക്ക് ദുബായിലൊരു ഷോ ഉണ്ട്. അടുത്ത ദിവസം നേരെ ദുബായിക്ക് പോയി. ഇവിടെ വന്ന് ഒരു 4-ാം ദിവസം ചേട്ടൻ പിന്നെയും വിളിച്ചു, നമുക്ക് മേഡ് ഇൻ കളമശ്ശേരിയിൽ ഒരു പ്രോഗ്രാം. മേഡ് ഇൻ കളമശ്ശേരിയിൽ ഒരു ഷോ ചെയ്ത്. അപ്പൊ 2010 ഏറ്റവും കൂടുതൽ ഷോസ് ചെയ്തത് ചേട്ടൻ്റെ ഒപ്പം തന്നെയാണ്. പിന്നെ അപ്പൊ നമുക്കിപ്പോ ഒരു സ്റ്റാർട്ട് കിട്ടി. മിമിക്രിയിൽ നിന്ന് കരുണാകരനെ അവതരിപ്പിച്ച് കയ്യടിയോടെ കയ്യടി. ഞാൻ പറയേണ്ട കാര്യമില്ല, എനിക്കെല്ലാം അറിയാം. കരുണാകരനേക്കാളും കയ്യടി. അപ്പൊ ഇപ്പൊ ഈ രാഷ്ട്രീയക്കാരെ അനുകരിക്കുന്ന എളുപ്പം ചേട്ടാ, അനുകരിക്കാൻ എളുപ്പം നമുക്ക് പരിശ്രമിച്ചാൽ നടക്കാവുന്നുള്ളൂ ഓരോ രാഷ്ട്രീയക്കാരെ. പക്ഷേ അന്ന് ചെയ്ത അതേ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറായാലും അച്യുതൻ സാറായാലും കരുണാകരൻ സാറായാലും നയനാർ സാറായാലും അവർക്ക് കിട്ടുന്ന ഒരു അപ്ലാസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കിട്ടുന്നത്. അവർ മോശക്കാരായിട്ടല്ല എന്നെ പറയണേ, പക്ഷെ എന്തോ അത്രയും ഒരു അവരുടെ ഒരു ഇമ്പാക്ട് എന്നുള്ള ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. പക്ഷെ ഇവരൊക്കെ ജനകീയരാക്കിയത് മിമിക്രിക്കാരാണ്, ഞാൻ ഉൾപ്പെടെ. അതെ. കാരണം എനിക്ക് അറിഞ്ഞൂടാത്ത ചേഷ്ടകൾ ഞാൻ എന്താണ് കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് നിങ്ങൾ കാണിച്ചപ്പോഴാണ് ഓ ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാക്കി. പക്ഷെ ചേട്ടൻ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, അവരൊക്കെ അഡ്മിറ്റ് ചെയ്യും. പക്ഷേ ചില ആൾക്കാർക്ക് ഇപ്പോഴത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ കാണിച്ച വീടത്തിനൊക്കെ വിവരം അറിയും. അപ്പൊ കരുണാകരൻ സാറിന്റെ ഒന്ന് റിക്കളക്ട് ചെയ്യാവും. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ലീഡറാണ്. അപ്പൊ ആ പവർ നഷ്ടപ്പെട്ടപ്പോ എനിക്ക് ഇപ്പോഴും വേദി കയറാൻ പേടിയാണ് ഇപ്പൊ ഓരോ വേദിയിൽ. അപ്പൊ കരുണാകരൻ മരിച്ചപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോണ വഴിക്ക് ഒരു ക്ഷേത്രത്തിൽ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കും, റോഡ് സൈഡിലുള്ളത്. അപ്പൊ കാണാൻ നല്ല പക്കമുള്ളൊരു മുസ്ലിം സ്ത്രീ. ഞാൻ തൊഴുതിരിമേ എവിടെയോ കണ്ടില്ലല്ലോ അവനെ, എവിടെയോ കണ്ടില്ലല്ലോ നിന്നെ. ഞാൻ ഈ സ്റ്റേജിലേക്ക് പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നത് സിനിമയിലേക്ക്. അത് പറയാ, ഞാൻ മിക്കവരും കാണാൻ പോയതില്ല. എൻ്റെ പൊന്നോ, നീ ആ കരുണാകരനെയൊക്കെ കറുത്ത് ഇരുമുട്ടി വരും, നീ ഇരിക്കണതുണ്ടല്ല. വളരെ രസമാണ് മോനെ കരുണാകരനെ കാണാനായിട്ട്. നിങ്ങളുടെ സിനിമയിലെ ഓരോ പരിപാടി ഓരോ പത്രത്തിൽ വരുന്ന വാർത്തകൾ പിറ്റേ ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴേക്കും നിങ്ങളത് വച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര കറക്റ്റാ. പക്ഷെ ഇനി നീ കരുണാകരനെ ചെയ്ത നിന്നെ ഏത് വേദിയിലാണോ നീ കരുണാകരൻ ചെയ്യുന്ന അവിടെ വന്ന് നിന്നെ ചെരിപ്പൂരി തല്ലി കാല വരിട്ടെടുക്കുന്നു. ഇവര് ഭയങ്കര വയലന്റ് ആയിട്ടാ. ഞാൻ ഓർത്ത് ഇന്ന് എന്നെ അവിടെ ഇട്ട് പോലും. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കരുണാകരനെ ഞാൻ ചെയ്യുന്നില്ല. ചെയ്യാണ്ടിരുന്നാ നിനക്ക് നല്ലത്. ഞാൻ എല്ലായിടത്തും വാച്ച് ചെയ്യണ ആളാ, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോന്നു. പക്ഷെ അവർക്ക് ചെറിയൊരു മെന്റലിന്റെ കുഴപ്പമുണ്ട് കേട്ടോ. ആ മെന്റലി വരുമ്പോഴാണ് അവിടെ നല്ല പക്കാ ഡ്രസ് ഇടുന്നത്. അല്ലെങ്കിൽ അവർ മറ്റേ കീറി പറഞ്ഞെടുക്കുള്ളൂ. മെന്റല് വന്നത് ജനങ്ങൾ അറിയണത് ഇവര് പക്കാ ഡ്രസ്സിൽ വരുമ്പോഴാണ് ഇവർക്ക് മെന്റലാന്ന് പറയുന്നത്. ആ പക്കാ ഡ്രസ്സിൽ എന്നെ തല്ലി. പക്ഷെ ആ സുഖമില്ലായ്മയിലും അവര് ലീഡറെ കുറിച്ചിട്ട് പറഞ്ഞു എന്നുള്ളത്. പിന്നെ അതിനുശേഷം കുറെ ആളാരും കഴിക്കാണ്ട് ഇപ്പൊ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു, എടാ അദ്ദേഹം മരിച്ചെങ്കിലും പാർട്ടിക്കാരും പറഞ്ഞു, നീ എങ്കിലും ചെയ്യണം, 4 പേരെങ്കിലും ഓർക്കൂടാ, നീ ചെയ്യടാന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് കരുണാകരന്റെ ശബ്ദത്തിൽ ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടാൻ ശ്രമിക്കാം. തുമിലേ ദിൽ കിലേ और जीने तो क्या चाहिए, हाँ तुम मिले दिल के लिए और जीने तो क्या चाहिए. എല്ലാവരും ഞാൻ എപ്പോഴും സോണിയാജിനെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ എന്നെ കൊണ്ട് പാടിപ്പിക്കും. ഓ, അങ്ങനെയാണ് ഹിന്ദി പാട്ട് പഠിച്ചത്. അവരെപ്പോഴും പറയും ലീഡർക്ക് കുമാർ സാനുവിന്റെ ശബ്ദമാണ്. അപ്പൊ ലീഡറുടെ ആത്മാവിന് ഒരു കോടി നമസ്കാരം. അപ്പൊ രമേശേ, നമ്മൾ ഈ NCCയിൽ പോയിട്ടുണ്ടല്ലോ, രമേശ് പോയിട്ടുണ്ടല്ലോ. പിന്നെ പക്ഷെ രമേശ് എങ്ങനെയാണ് ഈ വെടിവെക്കാതെ ഈ മിമിക്രിയിലോട്ട് വന്നത്? NCCയിലല്ലായിരുന്നോ? അതെ അതെ അതെ. ഞാനേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സീനിയർ സർജന്റ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ക്യാമ്പാണ് അത്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ മിമിക്രി ഒരു ഗപ്പ് കിട്ടുന്ന വിഷയമല്ല, കലാമത്സരത്തിലില്ല. അങ്ങനെ നാട്ടിലെ കുറച്ച് ചേട്ടന്മാർ, ഒരു രാമേന്ദ്രൻ ചേട്ടൻ, ഒരു ശശി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ MN നമ്പ്യാരെ, മാളാരവിന്ദനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ
അത് പഠിച്ചു പലപ്പോഴും. അപ്പൊ എം എൻ നമ്പ്യാരുടെ പഠിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു സ്പോർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കണ്ണാടി എടുത്ത്, ഒരു ചാരുകസേരയിൽ കണ്ണാടി എടുത്ത് വെച്ച് ഇങ്ങനെ എം എൻ നമ്പ്യാരുടെ ഫേസ് ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പം ഈ മീശയില്ലാത്തവരുകൊണ്ട് അത് ഒരു കുറവാണ്, എന്നാലും ഇങ്ങനെ ഇത്ര ഈ അടിയിലെ പല്ലുകൾ മാത്രമേ കാണുള്ളൂ. കണ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാപ്പ്, അതെനിക്ക് പരിചയമില്ലാത്ത വാക്കാണത് റോബർട്ട്. രാഘവൻ ഭാഗ്യവാനാണ്. യോഗ്യനായ ഒരു അളിയനുണ്ട്, മിടുക്കനായ ഒരു കുട്ടിയുണ്ട്, സുന്ദരിയായ ഒരു ഭാര്യയും. എനിക്കോ ആരാണുള്ളത്? അങ്ങനെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ 10ാം ക്ലാസ്സിൽ ട്യൂഷന് പോകുമ്പോഴാണ് ജയൻ എല്ലാം ഇങ്ങനെ നടന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇരുമ്പഴികൾ എന്ന സിനിമ അന്ന് ഹിറ്റാണ്. അപ്പോൾ ട്യൂഷന് പോണ വഴിക്ക് കുറുമശ്ശേരി കഴിഞ്ഞിട്ട് ഒരു മൂഴിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ മൂഴിക്കുളത്തിന്റെ അവിടുത്തെ ഒരു വളവ് തിരിയണ സമയത്താണ് ജയന്റെ ശബ്ദം കിട്ടണത്. കത്തുന്ന വിളിക്കുന്ന സാക്ഷി നിർത്തി ഞാൻ പറയാണ്, എന്റെ ജീവൻ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ കൊന്നുവെങ്കിൽ ഈ നാട്ടിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ രക്തം ചിന്തും. അപ്പൊ ഈ കത്തുന്ന എന്ന് പറയുന്ന സമയത്താണ് ജയന്റെ ടോൺ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ജയനൊക്കെ പഠിച്ചിരിക്കുമ്പോഴാണ് NCC ക്യാമ്പ് വന്നത്. ക്യാമ്പില് വൈകിട്ട് ഒരു 7 മണിക്ക് ഒരു കൾച്ചറൽ ഷോ ഉണ്ട്. അപ്പൊ 2-3 ദിവസം ഞാൻ കയറിയില്ല. 3ാമത്തെ ദിവസം ഞാൻ പയ്യനെ മിമിക്രി ആദ്യമായിട്ട് ഒരു വേദിയിൽ അവതരിപ്പിച്ചു. NCC ക്യാമ്പിൽ അമ്പലമേട് ഫാക്ടറി ഹൈസ്കൂളിന്റെ NCC ക്യാമ്പ്. അപ്പൊ ഭയങ്കര പാസ്സായി. പിന്നെ നമ്മൾ ഈ NCCയില് ക്യാമ്പിലേക്ക് ഭക്ഷണം കിട്ടാൻ ക്യൂ ഒക്കെ നിൽക്കണമല്ലോ. പിന്നെ അപ്പൊ ഇങ്ങനെ പാത്രങ്ങളായിട്ട് ക്യൂ ബണ്ണ് ഏത്തമ്പോഴും ഞാൻ ഇഷ്ടം പോലെ പോയതാ. അതായത് നമ്മുടെ പണ്ട് ഉണ്ടംപൊരിപ്പട്ടാളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉണ്ടംപൊരിയായിരുന്നു. എങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരി വൈകി എത്തിയാലും അവനൊരു ജയന്റെ 2 ഡയലോഗ് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ക്യൂവിൽ കയറ്റി നിർത്തും. അങ്ങനെയാണ് ഒരു മിമിക്രിയിലേക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ എറണാകുളം മെഡിക്കൽ സെന്റർ നടക്കണതിന്റെ ബാക്കിൽ മണ്ണെടുത്തുകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, വെണ്ണല. അവിടെ കാവ്യാഞ്ജലി തിയേറ്റേഴ്സിന്റെ ഒരു പ്രോഗ്രാം, എൻ്റെ അമ്മായിയുടെ നാടാണ്. അവിടെയാണ് ആദ്യമായിട്ട് മിമിക്രി